അനവധി വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുവാനുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. ആ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാത്തിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് PB യോഗത്തിന് ശേഷം CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരഞ്ഞെടുപ്പും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ഈ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിയുമ്പോൾ എന്തൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഏത് രീതിയിലായിരിക്കും CPM ഇടതുപക്ഷം എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ തീരുമാനമുണ്ടാകും. എന്തായാലും ജില്ലാ സെക്രട്ടറിമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുക തുടങ്ങിയ കാര്യങ്ങളും മറ്റുമാണ് ഇന്ന് പ്രധാനമായും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ എന്തായാലും ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാൻ ഇപ്പോൾ നിർബൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നിർബൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ വളരെ വലിയ രീതിയിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു യോഗമാണ് ഇന്ന് ചേരുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്ഥാനാർത്ഥി പട്ടികയിലുള്ള അതിൻ്റെ ഒരു ആദ്യ ഘട്ടം തീരുമാനങ്ങൾ മറ്റും അവിടെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ? സിന്ധൂരി, വെരി ഗുഡ് മോർണിംഗ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് CPM-ന് ഒരു സംഘടനാ രീതിയുണ്ട്. സ്ഥാനാർത്ഥി പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൊതു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക, പൊതു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കീഴ്ഘടകങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യുക, അത് ജില്ലാ കമ്മിറ്റികളും ഒപ്പം തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റികളും അത് പരിശോധിച്ച ശേഷം ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേർന്ന് വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കുക. മറ്റ് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ മേളിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുകയും ചില സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായി വ്യക്തിപരമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയല്ല CPIM-നുള്ളത്. CPM-ന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, ഒപ്പം തന്നെ സംഘടനാ രീതിയുണ്ട്. താഴെ ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളും ചേരും. ജില്ലാ കമ്മിറ്റികളും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉയരും. ആ നിർദ്ദേശങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കില്ല, പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരും. ഒപ്പം തന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിയോജക മണ്ഡല കമ്മിറ്റികളാണ് നിലവിൽ വരിക. ആ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ കൂടി അടിസ്ഥാനത്തിൽ LDF എന്ന നിലയിൽ ഇത്തരം നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് പോവുക. അതാത് പാർട്ടികൾ ആ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നാലും LDF ഇത് ഐകകണ്ഠേന തീരുമാനിക്കണം. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോവുക. അതുകൊണ്ട് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു പൊതു മാനദണ്ഡത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ PB യോഗം ചേർന്ന ശേഷം CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിജയസാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. ടേം വ്യവസ്ഥയെ സംബന്ധിച്ച് എന്തെങ്കിലും ഇളവ് നൽകേണ്ടതുണ്ട് എങ്കിൽ അത് വെവ്വേറെ പരിഗണിക്കും. മറ്റ് മാനദണ്ഡങ്ങൾ യുവാക്കൾ, വനിതകൾ, പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമ്പോൾ എന്നും CPIM ഇത്തരം പരിഗണനകൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട്. അത്തരം പരിഗണനയൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വ്യക്തമായി തന്നെ ഉണ്ടാകും. ആ പരിഗണനയും പരിശോധിക്കും. ഇത്തരം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നിലപാടിലേക്ക് എത്തുക. അത് PB അംഗീകരിച്ച പാർട്ടി നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും. അതിൽ ഈ ടേം വ്യവസ്ഥ സംബന്ധിച്ചും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകുന്ന സംബന്ധിച്ചതൊക്കെ തന്നെ മാനദണ്ഡങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഈ യോഗത്തിൽ PB വയ്ക്കുന്ന നിർദ്ദേശവും കേന്ദ്ര കമ്മിറ്റിയും PBയും നൽകിയിട്ടുള്ള പൊതു മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിലപാട് എന്താണെന്ന കാര്യം പരിശോധിക്കും. കേരളം മൂന്നാം തവണയും LDF ഒരു മൂന്നാം ഭരണത്തിലേക്ക് വരികയാണ് എന്ന തരത്തിൽ തന്നെയാണ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെയും വിലയിരുത്തൽ. അത് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM-ന്റെ ഏറ്റവും സീനിയറായിട്ടുള്ള PB നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പാർട്ടിയെ അടുത്ത LDF-നെയും നയിക്കും, മുന്നണിയും നയിക്കും എന്ന കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. അത് പരസ്യമായി തന്നെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് പിണറായി നയിക്കുന്ന ഒരു വലിയ ടീം തന്നെയായിരിക്കും അടുത്ത മൂന്നാമതും LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുക. ശക്തമായ പോരാട്ടത്തിന് LDF ഒരുങ്ങുന്നു. അത് സംബന്ധിച്ച എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട സംഘടനാ അജണ്ടകൾ, ഈ
സർക്കാരിൻ്റെ ഒന്നും രണ്ടും സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, ഒപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും BJP അടക്കം നടത്തുന്ന നുണപ്രചരണങ്ങൾ, ഇത് മറികടക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട രാഷ്ട്രീയ സ്ലോഗൻ എങ്ങനെയാണ്, തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം, ചർച്ച ചെയ്യേണ്ട പൊതുരാഷ്ട്രീയം എന്തൊക്കെയാണ്, ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഉയർന്നു വരിക. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും താഴെത്തട്ടിലേക്ക് ചർച്ചകൾ പോവുക. CPM-ൻ്റെ 14 ജില്ലാ ഘടകങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റികൾ ഇത് സംബന്ധിച്ച ധാരണ എത്തിയ ശേഷം അത് കമ്മിറ്റികളുടെ തീരുമാനം കൂടി നിർദ്ദേശങ്ങളോട് പരിഗണിക്കും. അപ്പോൾ ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം അവിടുത്തെ കഴിഞ്ഞ ദിവസം തന്നെ MAB പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിജയസാധ്യത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. അവിടെ സിറ്റിംഗ് MLA-മാരായി മത്സരിച്ച് ഇപ്പോൾ നിലവിൽ MLA-മാരായി തുടരുന്നവർക്കാണ് ഏറ്റവും മുൻഗണനയെങ്കിൽ അത് കൂടി പരിശോധിക്കും. അത് ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന നിർദ്ദേശമാണ്. അവിടെ മറ്റു പേരുകൾ ഉയർന്നു വരുന്നുണ്ട്, അതിനേക്കാൾ വിജയസാധ്യതയുള്ള മറ്റ് പേരുകളുണ്ട് എങ്കിൽ ആ മാനദണ്ഡം, ആ ടേം വ്യവസ്ഥ അവിടെ പാലിക്കാൻ, ആ ടേം വ്യവസ്ഥ അവിടെ പാലിക്കുകയും പുതിയ ആൾ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യും. മറിച്ച് അവിടെ നിലവിലുള്ള സിറ്റിംഗ് MLA-മാർ ആണ് വിജയിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാൾ എന്ന് ധാരണയാണ് എങ്കിൽ അവിടെ ആ സ്ഥാനാർത്ഥി തന്നെ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകി മൂന്നാമതും മത്സരിക്കാനുള്ള അവസരം നൽകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചിട്ടുള്ളൊക്കെ തന്നെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. ആ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ, സീനിയർ നേതാക്കൾ, ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും PB അംഗങ്ങളും അടക്കമുള്ള നേരത്തെ തന്നെ മുൻപ് മത്സരിച്ച് വിജയിക്കുകയും മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അവർ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ജനവിധി തേടേണ്ടതുണ്ട്? നിലവിലുള്ള സിറ്റിംഗ് MLA-മാരിലും പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളിലും മണ്ഡലം മാറി അവരെ പരീക്ഷിക്കേണ്ടതുണ്ടോ? ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുകൾ അതാത് മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന എതിർ രാഷ്ട്രീയ പ്രതിയോഗികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ അവരാരെയാണ് പരിഗണിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് സമഗ്രമായ ഒരു വിലയിരുത്തലായിരിക്കും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുക.